ഉറക്കെ വായിക്കുമ്പോൾ അത് കാത് കേൾക്കും. കാത് കേൾക്കുന്നത് ഹൃദയം വിശ്വസിക്കും. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് വാഗൊണ്ട് പറയും. വാഗൊണ്ട് പറയുന്നത് കാതുകൾ കേൾക്കും. ഇങ്ങനെ അത് റിപ്പീറ്റഡായി നടക്കുന്ന സമയത്ത് ഈ വചനങ്ങളെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറും. ഇൻ അതർ വേർഡ്സ്, നമ്മുടെ ലൈഫും ദൈവവചനവും തമ്മിൽ ഏകദേശം പൊരുത്തപ്പെട്ട് ചേർന്ന് വരാൻ തുടങ്ങും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയ ആഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളും നമ്മൾ കർത്താവിൽ നിന്ന് പുതിയ വചനങ്ങൾ കേൾക്കാൻ പോകുന്നു. നമുക്ക് ഇയർ ഓഫ് സൂപ്പർ നാച്ചുറൽ ഡയറി എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? അതിലെ ഓരോ ദിവസത്തിൻ്റെയും വേർഡ് ഓഫ് ദ ഡേ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ ദിവസവും വചനം കേൾക്കുന്നത്. സോ ഇന്നും നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഫെയ്ത്ത് ഡെക്ലറേഷൻസ്, വിശ്വാസ പ്രഖ്യാപനങ്ങൾ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സോ നമുക്ക് തയ്യാറെടുക്കാം, റെഡിയാകാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് 2 കീ സ്പോൺസേഴ്സാണുള്ളത്. ഒന്ന് കൊച്ചിയിൽ നിന്നുള്ളൊരു വെൽവിഷറാണ്, ഒരു സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഫ്രോസൺ ഷോൾഡർ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം സംഭവിക്കട്ടെ. അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ അടിവയറ്റിലെ ആ വേദന സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ഈ കുടുംബത്തിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു സ്പോൺസറുള്ളത് അഹമ്മദാബാദിൽ നിന്ന് അരുൺ കുമാർ പി എന്ന് പറയുന്ന ഒരു ബ്രദറാണ്. സാക്ഷ്യമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മകൾ ടാനിയുടെ വയറിൽ ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സിസ്റ്റാണോ അപ്പൻഡിസൈറ്റിസ് ആണോ എന്നൊക്കെ സംശയിച്ചാണ് സ്കാൻ എടുത്തത്. അപ്പോഴാണ് ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്. ബട്ട് അടുത്ത സ്കാൻ എടുത്തപ്പോൾ ഒരു കുഴപ്പവുമില്ല, മകൾ പൂർണ്ണമായി സൗഖ്യമായി എന്ന് ഒരു അത്ഭുതത്തിൻ്റെ ഒരു വാർത്ത അവർ കേൾക്കുന്നത്. സോ അതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതകരമായ കർത്താവെ, അരുൺ ബ്രദറെ ബ്ലെസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകളെ ബ്ലെസ് ചെയ്യണമേ. മുഴു കുടുംബത്തെ അവൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അത്ഭുതങ്ങൾ ഞങ്ങൾ വീണ്ടും കാണട്ടെ. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ അനേക നാളുകളായി കാത്തിരുന്ന ചില മീറ്റിങ്സ് ഈ ആഴ്ച വരികയാണ്. നമുക്ക് ഈ ഫ്രൈഡേ നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് ആണ് ബ്ലെസ്സിങ് ടുഡേയിലെ ഏറ്റവും വലിയൊരു സർവീസ് എന്ന് പറയാം. സോ നേരത്തെ വരിക, 9:30 ആരംഭിക്കുന്നു. നിങ്ങൾ നേരത്തെ തന്നെ വരിക. അപ്പോൾ തന്നെ നമുക്ക് പാഷൻ വീക്കിലെ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് ഈ ശനിയാഴ്ച തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ട്രാവൻകൂർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ്, അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഷെൽഡൻ ബങ്കേറ വർഷിപ്പിൽ ലീഡ് ചെയ്യുന്നു. നമ്മുടെ ഫുൾ മിനിസ്ട്രി ടീം ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ കുട്ടികൾക്ക് സമ്മർ സ്പ്ലാഷ് April 7th and 8th നടക്കുന്നു. അപ്പോൾ തന്നെ ടീൻസിന് ടീൻ കോൺ April 15th and 16th ടീൻസ് കോൺഫറൻസ് നടക്കുന്നു. സോ ഈ മീറ്റിങ്സിലെല്ലാം നിങ്ങളുടെ മക്കളെ അയക്കുക. ആദ്യത്തെ 2 മീറ്റിങ്സ് എല്ലാവർക്കും ഉള്ളതാണ്. അവസാനം പറഞ്ഞ 2 മീറ്റിങ്സ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. സോ അതിനുവേണ്ടി തയ്യാറെടുക്കുക, രജിസ്റ്റർ ചെയ്യുക, വരിക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എൻ കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ. എൻ കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ, 7 പൊൻവിളക്കിൻ നടുവിൽ. നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. ആദ്യനും അന്ത്യനും, ആൽഫ
വെൽക്കം ബാക്ക്. പുതിയൊരു മോർണിംഗ് ഗ്ലോറി വീക്കിലേക്ക് ലോകം എമ്പാടുമുള്ള എല്ലാവരെയും ഈ സമയത്ത് വെൽക്കം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 30 മൺഡേ. നിങ്ങളുടെ കയ്യിലുള്ള ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക. അതിൻ്റെ ഫോക്കസ് വേർഡ് ഈസ് ഫെയ്ത്ത് ഡെക്ലറേഷൻസ്, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ. ഫോക്കസ് വേർഡ്സ് നോക്കാമോ? 2 കൊരിന്ത്യർ 4:13 ഐ ബിലീവ്ഡ് therefore I have spoken. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. ഡെക്ലറേഷൻ നോക്കുക. മൈ ഡെക്ലറേഷൻസ് ഷേപ്പ് മൈ ഡെസ്റ്റിനി. എൻ്റെ പ്രഖ്യാപനങ്ങളാണ് എൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ഐ സ്പീക്ക് ലൈഫ്, ഫെയ്ത്ത് ആൻഡ് വിക്ടറി ഇൻ ടു ഓൾ ഐ ബിൽഡ്. ഞാൻ സംസാരിക്കുന്ന എന്തൊക്കെയാണെന്നറിയാമോ? ജീവനെക്കുറിച്ച് സംസാരിക്കും, വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കും, ജയത്തെക്കുറിച്ച് സംസാരിക്കും. ഇൻ ടു ഓൾ ഐ ബിൽഡ്. ഞാൻ പണിയുന്ന സകലത്തിൻ്റെ മേലും ജീവൻ, വിശ്വാസം, ജയം, ഇതായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല എന്നാണ് അർത്ഥം. ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പേനയെടുത്ത് വായിച്ച ശേഷം ടിക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഫെയ്ത്ത് ഡെക്ലറേഷൻസ് എല്ലാവരും ഒന്ന് പറയാമോ? കമൻറ്റ് സെക്ഷനിൽ ദയവായി എല്ലാവരും ഈ സമയത്ത് ടൈപ്പ് ചെയ്യുക. ഫെയ്ത്ത് ഡെക്ലറേഷൻസ് അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അങ്ങ് ടൈപ്പ് ചെയ്യുക. എത്ര പ്രാവശ്യം ടൈപ്പ് ചെയ്യാമോ അത്രയും പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. ഞാൻ 4 കാര്യങ്ങൾ പതിവ് പോലെ പറയാൻ പോവുകയാണ്. നമ്പർ 1, നിങ്ങളുടെ പേജ് 4 വിഭജിച്ച ശേഷം എഴുതുക. 1, ഫെയ്ത്ത് സ്പീക്സ് വാട്ട് ഇറ്റ് ബിലീവ്സ്. വിശ്വസിക്കുന്നതാണ് വിശ്വാസം സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫെയ്ത്ത് സ്പീക്സ് വാട്ട് ഇറ്റ് ബിലീവ്സ്. വിശ്വാസം എപ്പോഴും അകത്തെന്ത് ഉൾക്കൊള്ളുന്നുവോ, അകത്ത് വിശ്വസിക്കുന്നു, അതായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ പൗലോസ് ചെയ്യുന്നത് പോൾ കണക്ട്സ് ബിലീവ് ആൻഡ് സ്പീച്ച്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. പൗലോസ് വിശ്വാസത്തെയും സംസാരത്തെയും തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. വിശ്വാസം ഹൃദയത്തിലാണെങ്കിൽ സംസാരം വായിലാണ്, നാവിലാണ്. ഇത് തമ്മിൽ ഭയങ്കരമായ കണക്ഷനുണ്ട്. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഫെയ്ത്ത് ഡസ് നോട്ട് റിമെയിൻ സൈലൻറ്റ്. വിശ്വാസത്തിന് ഒരിക്കലും അടങ്ങിയിരിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ വായടക്കി വെക്കാൻ സാധ്യമല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കും. സംസാരിക്കാത്ത ആൾക്ക് വിശ്വാസമില്ലെന്നർത്ഥം. വിശ്വാസം അകത്ത് വന്ന് നിറയുമ്പോൾ സംസാരിച്ചിരിക്കും. ഇറ്റ് എക്സ്പ്രസസ് ഇറ്റ് സെൽഫ് ത്രൂ വേർഡ്സ് that align with God's truth. ദൈവിക സത്യങ്ങളുമായി നിരക്കുന്ന വാക്കുകളാണ് അത് സംസാരിക്കുന്നത്. വിശ്വാസം സംസാരിക്കുന്നത് ദൈവിക സത്യങ്ങളുമായി നിരക്കുന്ന വാക്കുകളായിരിക്കും. വിശ്വസിക്കുന്ന ഒരാൾ ദൈവവചന സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളുമായി നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇനി when the heart is filled with faith, the mouth begins to speak in agreement with God. ഹൃദയം ആദ്യം വിശ്വാസം കൊണ്ട് നിറയണം. നിറഞ്ഞു കഴിയുമ്പോൾ വായ ദൈവത്തോട് ചേർന്ന് സംസാരിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ദൈവവചനങ്ങളോട് ചേർന്ന്, ദൈവവചനങ്ങൾക്ക് നിരക്കുന്നത് മാത്രമേ സംസാരിക്കൂ. റോമാലേഖനം 10:10, Romans 10:10. With the heart one believes and with the mouth one confesses. അവിടെ വ്യക്തമായും 10:9 രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന വചനം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 10ാമത്തെ വചനത്തിൽ പറയുന്നത് വിത്ത് ദ ഹാർട്ട് വൺ ബിലീവ്സ്. ഹൃദയം കൊണ്ടാണ് ഒരാൾ വിശ്വസിക്കുന്നത്, വായ കൊണ്ടാണ് ഒരാൾ ഏറ്റുപറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്യുന്നത് ഒരാക്ഷനായിട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കൈവെക്കുക, പറഞ്ഞ് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ തൊട്ടിട്ട് പറ, വാ കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ കൊണ്ട് ഏറ്റുപറയുക. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ കൊണ്ട് ഏറ്റുപറയുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കോർട്ടിൽ ചെന്നാൽ പോലും സാക്ഷികൾ ഇങ്ങനെ കാണിച്ചാൽ പോരാ, വാ കൊണ്ട് പറയണം, വെർബലൈസ് ചെയ്യണം, അത് മൊഴിയായി രേഖപ്പെടുത്തും. ഇതുപോലെ ഭൂമിയിൽ ആരെങ്കിലും ഒരാൾ ഏകജാതനായ കർത്താവിൻ്റെ സന്തതിയായ, കർത്താവിൻ്റെ പുത്രനായ യേശുവിനെ, ദൈവമയച്ച
രക്ഷകൻ്റെ നാമം ഏറ്റുപറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെടും. ആ സമയത്ത് തന്നെ മൊഴി എഴുതുകയാണ്. ഇന്നയാൾ ഇത്ര മണിക്ക് ഇന്ന ഭൂഖണ്ഡത്തിൽ ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നയാൾ സുവിശേഷം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചപ്പോൾ വിശ്വസിച്ചപ്പോൾ വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. അതിന് റെക്കോർഡുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തുകയാണ്. റോമർ 10:10 നമ്മൾ കാണുന്നത് വിത്ത് ദ ഹാർട്ട് വൺ ബിലീവ്സ്, ഹൃദയം കൊണ്ട് ഒരാൾ വിശ്വസിക്കുന്നു, ആൻഡ് വിത്ത് ദ മൗത്ത് ഹി കൺഫെസസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? വായ് കൊണ്ട് ഏറ്റുപറയുന്നു. മർക്കോസ് 11:23, മാർക്ക് 11:23, ഹൂ എവർ സേസ് ടു ദിസ് മൗണ്ടൻ ബി റിമൂവ്ഡ് ആൻഡ് ഡസ് നോട്ട് ഡൗട്ട് ഇൻ ദെയർ ഹാർട്ട് വിൽ സീ ഇറ്റ് ഹാപ്പൻ. വാവ്! ആരെങ്കിലും ഈ പർവ്വതത്തോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംശയിക്കാതിരുന്നാൽ, എൻ്റെ അർത്ഥം വിശ്വസിച്ചാൽ അത് സംഭവിക്കും. അപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റ് ഹൃദയത്തിൽ കൺവിക്ഷനോടുകൂടെ, ഉത്തമ ബോധ്യത്തോടുകൂടെ, ഉത്തമ വിശ്വാസത്തോടുകൂടെ ഒരാൾ സംസാരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വിശ്വസിച്ചിരിക്കും. സാം 116:10, 116 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഐ ബിലീവ്ഡ് therefore I spoke. അവിടെ വളരെ വ്യക്തമായി പറയും, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഫെയ്ത്ത് ഡെക്ലറേഷൻസ് ഫ്ലോ ഫ്രം ഇന്നർ കൺവിക്ഷൻ. ആന്തരിക ബോധ്യത്തിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. ആന്തരികമായ ബോധ്യം. ഞാൻ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒത്തിരിയധികം വയലും തോടും ചിറയും പുഴകളും കുളങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ കുട്ടിക്കാലത്ത് അവിടെ ഒരു കനാലിന് മറികടക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പാലമൊന്നുമില്ല. അപ്പം അന്ന് ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് വെട്ടിയിട്ട് ആ തെങ്ങിൻ്റെ ട്രങ്ക്, ആ തടി ഇക്കരെ നിന്ന് അക്കരയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് അതിന് ശേഷം അപ്പുറവും ഇപ്പുറവും ചിലപ്പോൾ 2 തെങ്ങിൽ അല്ലെങ്കിൽ 2 പോൾ ഇട്ടിട്ട് ഒരു കയറ് കെട്ടി വയ്ക്കും. ഇത് ഒറ്റ തടിയേ ഉള്ളൂ. ഇതിലൂടെയാണ് കൈ പിടിച്ചു, അതാണ് പാലം, ഇതിലൂടെ കൈ പിടിച്ചു വേണം അക്കരയ്ക്ക് പോകാം. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള പേടിയൊന്നുമില്ലല്ലോ. താഴേക്ക് വീണാലും വെള്ളത്തിലുണ്ടാകും, വെള്ളത്തിൽ നീന്താം. കാരണം അത്ര ആഴമുള്ള അങ്ങനത്തെ ഒന്നുമല്ല, ഒരു ചെറിയൊരു തോടാണ്. ഇപ്പം ഇവിടെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊക്കെ ഇങ്ങനെ ഓടുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്തായിരിക്കും സാരി ഉടുത്ത് ഏതെങ്കിലും ഒരു അമ്മ അതിൽ വരും. അമ്മമാരെ സംബന്ധിച്ചുള്ള ഈ ഒറ്റത്തടി പാലം കാണുമ്പോൾ അവിടെ നിൽക്കും. ഈ പാലത്ത് കാല് തെറ്റുമോ, ഇതെങ്ങാലും കുറേ നാളായി ഈ തെങ്ങ് തടി ദ്രവിച്ച് ഒടിഞ്ഞ് വീഴുമോ എന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഒരു കാല് വയ്ക്കും, അടുത്ത കാല് വയ്ക്കാൻ അറച്ചറച്ച് നിൽക്കും. ചിലരൊക്കെ ഇപ്പുറത്തുകൂടി വന്നിട്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. എന്നാലും അയ്യോ വീഴുമോ, അപ്പോൾ ഉറപ്പില്ല, വിശ്വാസമില്ല. അതുകൊണ്ട് ചിലർ അതിൽ കയറുകയില്ല. പകരം വെള്ളത്തിന് ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്ന പോലെ ടൈഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്ത് ഇതിൽ കൂടെ തന്നെ വെള്ളത്തിൽ കൂടെ നടന്ന് കുറച്ചൊക്കെ നനയും, എന്നാലും അങ്ങനെ പോകും. പക്ഷേ ഈ പാലത്തിൽ കയറില്ല. എന്തുകൊണ്ട് കയറുന്നില്ല? വിശ്വാസം ഉണ്ടെങ്കിൽ അത് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ തന്നെ എ പേഴ്സൺ ഹൂ truly trusts a bridge will confidently walk across it. ശരിക്കും ഈ പാലത്തിന് എന്നെ താങ്ങാൻ കഴിയും, ഞാൻ മറിഞ്ഞ് വീഴില്ല, അപ്പുറത്തേക്കും വീഴില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഉറപ്പുണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓർഡർ വന്നു. എന്തിനു വേണ്ടിയിട്ട്? നല്ലൊരു കോൺക്രീറ്റ് ബ്രിഡ്ജ് അവിടെ വരാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തി ഇറങ്ങുന്ന രീതിയിലുള്ളൊരു ബ്രിഡ്ജ് അവിടെ വന്നു. പിന്നെ ആരും പിടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോൺഫിഡൻ്റായി ഈ പാലത്തിലൂടെ ഞാൻ ക്രോസ് ചെയ്ത് ഞാൻ വീടില്ല. ആ വിശ്വാസമുള്ളപ്പോൾ ആക്ഷനിലൂടെ അത് പുറത്തു വരാൻ തുടങ്ങി. സോ ഫെയ്ത്ത് എക്സ്പ്രസ്സസ് ഇറ്റ് സെൽഫ് ഓപ്പൺലി ത്രൂ ആക്ഷൻ ആൻഡ് സ്പീച്ച്. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് പുറത്തു വരും. ഇത് ദൈവവിശ്വാസവുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും നമ്മളൊന്നും വാഗൊണ്ട് ഏറ്റു പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ തന്നെ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല.
ഹൃദയത്തിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വാ കൊണ്ട് ഏറ്റുപറയും, അതിനെ ബേസ് ചെയ്തുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഫെയ്ത്ത് ഡിക്ലറേഷൻസ് അലൈൻ അവർ വേർഡ്സ് വിത്ത് ഗോഡ്സ് പ്രോമിസസ്. വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മുടെ വാക്കുകളെ ദൈവിക വാഗ്ദത്തങ്ങളുമായി അലൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ചേർത്ത് കൊണ്ടുവരും. ഈ ഫെയ്ത്ത് ഡിക്ലറേഷൻ അല്ലെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, വചനത്തിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബ്ലെസ്സിങ് ടുഡേയിൽ ഒരു സംസ്കാരമുള്ളത്, വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വചന ശുശ്രൂഷയിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറയും. കൈ കൊടുത്ത് പറ, അല്ലെങ്കിൽ നോക്കിയിട്ട് പറ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? വിശ്വസിക്കുന്നവർ അത് വാഗൊണ്ട് പറയുമ്പോൾ അതിൻ്റെ മേലൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കുകയാണ്, അത് സ്ഥാപിക്കപ്പെടുകയാണ്. ഫെയ്ത്ത് ഡിക്ലറേഷൻസ് എന്ന് പറയുന്നത് എംപ്റ്റി ഓപ്റ്റിമിസം അല്ല, ശുഭാപ്തി വിശ്വാസമല്ല. ശുഭാപ്തി വിശ്വാസം എന്ന ആളുകളിൽ കാര്യങ്ങളൊക്കെ ശരിയാകുമായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ്. അതല്ല വിശ്വാസ പ്രഖ്യാപനം. ദേ ആർ എഗ്രിമെൻറ്റ് വിത്ത് വാട്ട് ഗോഡ് ഹാസ് സെഡ്. ദൈവം തൻ്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതതുപോലെ തന്നെ അതിനോട് യോജിക്കുന്നതാണ്. അപ്പോൾ ബിലീവേഴ്സ് സ്പീക്ക് ഗോഡ്സ് പ്രോമിസസ് ഓവർ ദെയർ ലൈഫ്സ്, സിറ്റുവേഷൻസ് ആൻഡ് ഫ്യൂച്ചർ. വിശ്വാസികൾ ചെയ്യുന്നത് അവരുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഒത്തിരി വാഗ്ദത്തങ്ങളാണ്, ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിലുണ്ട്. അത് അവരുടെ ജീവിതത്തിലേക്കും വിശ്വാസികൾ ചെയ്യുന്നത് സാഹചര്യങ്ങളിലേക്കും ഭാവിയിലേക്കൊക്കെ ഇതിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും, വാ കൊണ്ട് പറയും. ഫെയ്ത്ത് ഡെക്ലറേഷൻസ്. ഉദാഹരണത്തിന് യോശുവ 1:8 കീപ് ദിസ് ബുക്ക് ഓഫ് ദ ലോ ഓൾവേസ് ഓൺ യുവർ ലിപ്സ്. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നിൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കണം, ധ്യാനിക്കണം. അതുകൂടാതെ വാ കൊണ്ട് പറയണം, ദൈവവചനം വാ കൊണ്ട് പറയണം. ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതത് ദിവസങ്ങളിൽ വായിക്കേണ്ട ഡെയിലി റീഡിങ് പാസേജുകളുണ്ടല്ലോ. കഴിവതും അത് മൗനമായി വായിക്കാതെ വെർബൽ, വാ കൊണ്ട് പറയും, ഉറക്കെ വായിക്കുക. ഉറക്കെ വായിക്കുമ്പോൾ അത് കാത് കേൾക്കുന്നത് ഹൃദയം വിശ്വസിക്കും. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് വാ കൊണ്ട് പറയും. വാ കൊണ്ട് പറയുന്നത് കാതുകൾ കേൾക്കും. കാതുകൾ കേൾക്കുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കും. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് വാ കൊണ്ടേറ്റ് പറയും. ഇങ്ങനെ അത് റിപ്പീറ്റഡായി നടക്കുന്ന സമയത്ത് ഈ വചനങ്ങളെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറും. ഇൻ അതർ വേർഡ്സ്, നമ്മുടെ ലൈഫും ദൈവവചനവും തമ്മിൽ ഏകദേശം പൊരുത്തപ്പെട്ട് ചേർന്ന് വരാൻ തുടങ്ങും. എബ്രായലേഖനം 10:23 വചനം പറയുന്നത്, ഹോൾഡ് ഫേംലി ടു ദ ഹോപ്പ് വി പ്രൊഫസ്. നാം ഏറ്റുപറയുന്ന പ്രത്യാശ, അതിനെ മുറുകെ പിടിക്കുക. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇനി ഇത് കേൾക്കുന്ന ഈ മോർണിംഗ് ഗ്ലോറി ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നത്. ദിവസവും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, ഇത് തുടർച്ചയായിട്ട് ഞാൻ കാണും. സോ അങ്ങനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകും, ജീവനുള്ള പ്രത്യാശ ഉണ്ടാകും. ആ പ്രത്യാശയെ നമ്മൾ മുറുകെ പിടിക്കണം പ്രത്യാശയെ. അടുത്തത് സങ്കീർത്തനങ്ങൾ 19:14. അതിൽ പറയുന്നില്ല, ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ബി പ്ലീസിങ് ഇൻ യുവർ സൈറ്റ്. നിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ വായിലെ വാക്കുകൾ പ്രസാദകരമായിരിക്കട്ടെ. നിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ വായിലെ വാക്കുകൾ പ്രസാദകരമായിരിക്കട്ടെ. ശരിക്കും ഫുള്ളായിട്ട് പറയുവാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ അധരങ്ങളിലെ വചനങ്ങളും വാക്കുകളും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. എൻ്റെ അർത്ഥം, സ്പീക്കിംഗ് ഗോഡ്സ് വേർഡ് സ്ട്രെങ്തൻസ് ഫെയ്ത്ത്. വാഗൊണ്ട് വചനം പറയുമ്പോൾ വിശ്വാസം വീണ്ടും വർദ്ധിക്കുകയാണ്. ആൻഡ് ഷേപ്സ് അവർ പെർസ്പെക്റ്റീവ്. നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ അത് മാറ്റിമറിക്കും. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം തന്നെയാണ്. വടക്കു നോക്കി എന്തെങ്കിലും കമ്പസ്. അത് ട്രാവലേഴ്സിന് ശരിക്കും ഡയറക്ഷൻ ഇല്ലെങ്കിൽ ഈ വടക്കു നോക്കി യന്ത്രം, ഇപ്പോഴത്തെ നമുക്ക് GPS ലൊക്കേഷൻ മാപ്സൊക്കെ ഉണ്ട്, പക്ഷേ
പണ്ട് കാലത്ത് വടക്കു നോക്കി യന്ത്രം ഉപയോഗിച്ചാണ് ദിശ തിരിച്ചറിയുന്നത്, വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ യാത്രക്കാർ ചെയ്യുന്നത് അവരുടെ ഡയറക്ഷൻ എത്രത്തോളം കറക്റ്റാക്കണമോ അത് നടക്കുന്നത് ഈ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? വടക്കു നോക്കി യന്ത്രം ഉപയോഗിച്ച് ആ സൂചിക്കനുസരിച്ച് പോകുമ്പോൾ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇക്കാലത്താണെങ്കിൽ GPS അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഗോഡ്സ് പ്രോമിസസ് ഗൈഡ് ദ വേർഡ്സ് വി സ്പീക്ക്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് നാം വാഗൊണ്ട് പറയേണ്ട വാക്കുകളെ ഗൈഡ് ചെയ്യുന്നത്, അതിനൊരു മാർഗനിർദ്ദേശം നൽകുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്പർ 3 എഴുതുക. ഫെയ്ത്ത് ഡെക്ലറേഷൻസ് ഗാർഡ് ദ ഹാർട്ട് അഗെയിൻസ്റ്റ് ഫിയർ. വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭയത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ സാധാരണ നമുക്കെല്ലാവർക്കും ഒരു നെഗറ്റീവ് നേച്ചറുണ്ട്. കാണുന്നതല്ല അത് നടക്കാൻ പോകുന്നത്, അത് ശരിയാവില്ല. നെഗറ്റീവ് സ്പീച്ച് നമ്മുടെ വായിൽ നിന്ന് വരും. നെഗറ്റീവ് സ്പീച്ച് ഓഫ്റ്റൻ റിഫ്ലെക്ട്സ് ഫിയർ ആൻഡ് ഡിസ്കറേജ്മെൻറ്റ്. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പ്രതിഫലിക്കുന്നത് നമ്മുടെ അകത്തുള്ള ഭയവും നമ്മുടെ അകത്തുള്ള നിരുത്സാഹവുമാണ്. ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ ഒരു 3 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, നെഗറ്റീവ് ബിലീഫ്സ് പുറത്തേക്ക് വരുന്നത് കാണാം. കാരണം അവരുടെ അകത്ത് നിറഞ്ഞിരിക്കുന്നതാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാൽ ഫെയ്ത്ത് ഡെക്ലറേഷൻസ് നടത്തുന്ന ഒരാൾ, വിശ്വാസം വാഗൊണ്ട് പറയുന്ന ഒരാൾ, അയാളുടെ ജീവിതവും അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. സദൃശ്യവാക്യങ്ങൾ 18:21, പ്രോവർബ്സ് 18 and verse number 21, the tongue has the power of life and death. വാക്കുകൾക്ക്, നാവിന് ജീവൻ്റെയും മരണത്തിൻ്റെയും ശക്തിയുണ്ട്. ഐസയ 41:10, ഏശയ്യാവിൻ്റെ പുസ്തകം 41:10, ഡു നോട്ട് ഫിയർ ഫോർ ഐ എം വിത്ത് യു. കർത്താവ് പറയുക, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. അപ്പോൾ ഈ കാര്യം വാഗൊണ്ട് പറയുകയാണെന്നിരിക്കട്ടെ, നല്ല ഭയം വരുന്ന സമയത്ത് ഞാൻ പറയുക, ദൈവം എന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഞാൻ എന്നോട് തന്നെ പറയാം, വേറെ ആരോടുമല്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട. 10 പ്രാവശ്യം പറഞ്ഞു, 20 പ്രാവശ്യം പറഞ്ഞു, 40 പ്രാവശ്യം പറഞ്ഞു, കുറേ അധികം പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് കൺഫെഷൻ ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് നെഗറ്റിവിറ്റി ഓർ ഫിയർ. അതെല്ലാത്തിനും എടുത്ത് കളയുകയാണ്. ഓക്കെ. 2 തിമോത്തിയോസ് 1:7, 2 Timothy chapter 1 verse number 7, God has given us a spirit not of fear but of power, love and self-control. കൂടെ ഞാൻ സാധാരണ കോട്ട് ചെയ്യാറുള്ളൊരു വചനഭാഗമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നമ്മുടെ അകത്തിരിക്കുന്ന ധൈര്യത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ നയിക്കപ്പെടുന്നത് ഈ ദൈവാത്മാവിനാലാകണമെന്നില്ല. ദൈവാത്മാവിനാൽ എപ്പോൾ നമ്മൾ നയിക്കപ്പെടുന്നു ആ സമയത്ത് ഭയം പുറത്തു പോകും. വാക്കുകൾ വിശ്വാസത്താൽ ആകാരം പ്രാപിച്ചതാണെങ്കിൽ, ആകൃതി പ്രാപിച്ചതാണെങ്കിൽ അത് നമ്മുടെ ഇന്നർ ലൈഫിനെ സ്ട്രെങ്തൻ ചെയ്യും. നമ്മുടെ അകത്തൊരു ജീവനുണ്ട്, അകത്തൊരു ജീവിതമുണ്ട്, ഇന്നർ ലൈഫ്. നമ്മുടെ അകത്തൊരു വേൾഡുണ്ട്, നമ്മുടെ അകത്ത് നമ്മുടേതായ ഒരു ആന്തരിക ലോകമുണ്ട്. ആ ലോകത്തിന് ശക്തി പകരുന്നതാണ് വേർഡ്സ് ഷേപ്ഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസം രൂപപ്പെടുത്തിയ വാക്കുകൾ. അപ്പോൾ ഫെയ്ത്ത് ഫിൽഡ് വേർഡ്സ് എന്ന് പറയുന്നത് സ്റ്റെബിലൈസ് ദ ഹാർട്ട് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് സീസൺസ്. വളരെ പ്രയാസമേറിയ സീസണുകളിലൂടെ ജീവിതം മുന്നിലേക്ക് പോകുന്ന സമയത്ത് വിശ്വാസത്താൽ നിറഞ്ഞ വാക്കുകൾ ഹൃദയത്തിന് വലിയ സ്ഥിരത, സ്ഥായിയായ അവസ്ഥകൾ നൽകും. അവസാനത്തത് നമ്പർ 4, ഫെയ്ത്ത് ഡെക്ലറേഷൻ സ്ട്രെങ്തൻ അതേഴ്സ്. ഫെയ്ത്ത് ഡെക്ലറേഷൻ സ്ട്രെങ്തൻ അതേഴ്സ്. നമ്മളെ മാത്രമല്ല, വിശ്വാസ പ്രഖ്യാപനങ്ങൾ മറ്റുള്ളവരെയും ധൈര്യപ്പെടുത്തും. ഫെയ്ത്ത് ഡെക്ലറേഷൻസ് ആർ നോട്ട് ഓൺലി പേഴ്സണൽ, ദേ ഓൾസോ എൻകറേജ് ആൻഡ് ബിൽഡ് അപ്പ് അതേഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വ്യക്തിപരം മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. They also encourage and build
ബിൽഡപ്പ് അതേഴ്സ്. മറ്റുള്ളവരെയും അത് ധൈര്യപ്പെടുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചില രാജ്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥനകൾ നടത്താനൊക്കെ വലിയ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അങ്ങനെയുള്ളൊരു രാജ്യത്താണ്. അപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ അവിടുത്തെ പോലീസ് വന്നു. അപ്പം ഞാൻ ശുശ്രൂഷിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പോലീസ് വന്നിരിക്കുന്നത്. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് സംഘാടകർ എന്നെ അവിടുന്ന് മാറ്റി ഒരു ബാത്റൂമിനകത്തുകൊണ്ട് പൂട്ടിയിട്ടു. പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അതിൻ്റെ അകത്തിരിക്കുകയാണ്. കുറേയധികം സമയം അങ്ങനെ ഇരുന്നു. പിന്നെ ഒരാൾ എന്നെ തുറന്നു വിട്ടു. അപ്പോഴേക്കും പോലീസ് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ വേറൊരു മുറിയിൽ കൊണ്ടുവരുത്തി. കുറേ കഴിയുമ്പോൾ വീണ്ടും പോലീസ് വന്നെന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവരുത്തി. ഇങ്ങനെ കുറേ നേരം അങ്ങനെ പോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മെയിൻ ഓർഗനൈസർ വന്നെന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വലിയ ഡ്രമാറ്റിക്കായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. പോലീസ് വന്നത് ഈ യോഗത്തിനെതിരെ എന്തെങ്കിലും ആണോ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ആളുകളങ്ങ് പേടിച്ചു. അതിനുശേഷം ഈ മെയിൻ ആൾ മൈക്കങ്ങ് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ പോലീസ് വന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ ജയിലിൽ പൊക്കോളാം, പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. ജനങ്ങൾക്കൊക്കെ ഭയങ്കര ധൈര്യം. അതിന് മുമ്പ് ചില കുടുംബങ്ങളൊക്കെ വീട്ടിൽ പോയി, കാറെടുത്ത് വീട്ടിൽ പോയി. കാരണം ഏതെങ്കിലും പ്രശ്നം വന്ന് എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്താൽ, എല്ലാവരെയും ജയിലിൽ കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ കുറേ പേര് പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് പോയി. എന്നാൽ ഇദ്ദേഹം മൈക്കെടുത്ത് ഇത് പറയുകയല്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ജയിലിൽ പൊക്കോളാം, പ്രസംഗിക്കാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ മൈക്കെടുത്തു. അതോടുകൂടി എനിക്കും ഭയങ്കര ധൈര്യമായി, ജനങ്ങൾക്ക് ധൈര്യമായി. പിന്നെ അവിടെ നടന്നത് ഒരു ഭയങ്കര സംഭവമാണ്. വളരെ പെട്ടെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടു. എനിക്കധികം നേരം പ്രസംഗിക്കേണ്ടി ഒന്നും വന്നില്ല. മിറക്കിൾസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു സഹോദരി ഓടി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, കഴുത്തിൽ ഇങ്ങനെ വലിയൊരു മുഴയുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, കൂടെ ഒരു ടീമില്ല, എന്നോടൊപ്പം ഇന്ത്യയിൽ നിന്ന് വന്ന ആരുമില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ജനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുന്നിലേക്ക് വന്നിട്ട് പറയും, ഇവിടെ എൻ്റെ ഇത് മാറി, ആ രോഗം മാറി, ഈ രോഗം മാറി. സ്പോണ്ടേനിയസ് ആയിട്ട് ക്യൂ ആയിട്ട് ആളുകൾ വന്ന് സാക്ഷ്യം പറയുമോ. അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഒറ്റ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ഡെക്ലറേഷൻ അന്തരീക്ഷം മാറ്റി. സകലരും ശക്തിയുള്ള വ്യക്തികളായി മാറി, ഉറപ്പുള്ളവരായി മാറി. പരിശുദ്ധാത്മാവ് ശക്തമായി ആ ഒരു വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ്, എനിക്ക് അധികം പരിപാടി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചു. ഞാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മശക്തിയിൽ ജനങ്ങൾ, കസേരയിലിരിക്കുന്ന ജനങ്ങൾക്ക് തെറിച്ച് താഴെ വീഴുന്നതൊക്കെ കണ്ടു. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. കർത്താവാണ്, പരിശുദ്ധാത്മാവാണ് ഇറങ്ങിയെല്ലാം ചെയ്തത്. സോ നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ കൂടെ പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ട്. എബ്രായ ലേഖനം 3:13 എൻകറേജ് വൺ അനദർ ഡെയിലി. ദിവസവും നാം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക. 1 തെസ്സലോനിക്കർ 5:11 എൻകറേജ് വൺ അനദർ ആൻഡ് ബിൽഡ് ഈച്ച് അതർ അപ്പ്. പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം പണിയുക. എഫെസ്യർ ലേഖനം 4:19 ലെറ്റ് യുവർ വേർഡ്സ് ബിൽഡ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ പണിയട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഫെയ്ത്ത് ഫിൽഡ് സ്പീച്ച് സ്പ്രെഡ്സ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ഗുഡ്നെസ്. ദൈവത്തിൻ്റെ നന്മകളിലുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൈകൾ നീട്ടുക. ഇപ്പം ഇത് കേട്ടിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇന്ന് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. വിശ്വാസത്തിൻ്റെ വാക്കുകൾ വാഗൊണ്ട് പറയാം. നെഗറ്റീവ് സാഹചര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. ആ സമയത്ത് എന്ത് പറയണം? ലെറ്റ് ദ പൂർ സേ ഐ ആം റിച്ച്. ഏറ്റവും ദരിദ്രനായ വ്യക്തി ഞാൻ ധനവാനാണ് എന്ന് പറയണം. രോഗിയായിട്ടുള്ള ആൾ പറയണം ഐ എം ഹീൽഡ്. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. ദുർബലൻ വീരനാണ്, ഞാൻ ശക്തനാണെന്ന് പറയണം. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കേട്ട വചനങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി. ഇന്ന് മുതൽ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കുടുംബാന്തരീക്ഷത്തിൽ പറയാൻ എല്ലാവരെയും സഹായിക്കണമേ. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. പ്രത്യേകിച്ച് ഈ കണ്ണുകൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കി നിൽക്കുക. കണ്ണുകളിൽ കൈകൾ വെച്ച്
ആ അത്ഭുത രോഗസൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കാം. താങ്ക് യു ജീസസ്. ഈ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം ഉണരുമ്പോൾ ഈ കഴുത്തിന് ഭയങ്കര പ്രയാസമുള്ള ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ മോഷനിലൂടെ എല്ലാം ബ്ലഡ് പോകുന്ന ആരെയോ കർത്താവ് സൗഖ്യമാക്കിയാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ് നിൽക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും കൈനീട്ടുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ മിറക്കിൾ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കട്ടെ ഇൻ ജീസസ് നെയിം. ആമേൻ. So God bless you. See you tomorrow. Bye-bye.